നമ്മളിപ്പോൾ കൂർഗിലുള്ളത് കൂർഗിലെ മടിക്കേരിയിൽ നിന്ന് നമ്മൾ തലക്കാവേരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. തലക്കാവേരി പറയുന്നത് കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനമാണ്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൂർഗിൽ നിന്ന് തലക്കാവേരിയിലേക്കുള്ള യാത്രയിലാണ്. ഈ ഹിൽ ഡ്രൈവിലെ ഒരു പ്രധാന ഇവൻ്റാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഈ വിത്തുകൾ വിതരണം ചെയ്യുന്നത്. അപ്പോൾ ഈ തരിശായിട്ടുള്ള കിടക്കുന്ന സ്ഥലങ്ങളിൽ വിത്ത് വിതരണം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കർണാടകയിലാണ്. കർണാടകയിലെ ചില ഏരിയകളിൽ വിരാജ്പേട്ട പറഞ്ഞ സ്ഥലത്തിൻ്റെ കുറച്ച് ഉള്ള ഏരിയയിലാണ്. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ വിത്ത് വിതരണം ചെയ്യണം. കാവേരി നദിയുടെ ഉത്ഭവ സ്ഥലത്താണ് നമ്മളുള്ളത്. ഇവിടെ ഈ മലയുടെ മുകളിൽ നിന്നുള്ള വെള്ളം ഇവിടെ ഒരു ചെറിയ പോണ്ട് പോലുണ്ട്. അവിടെ വന്നിട്ട് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ വിഷ്വൽസാണ് നമ്മൾ കാണുന്നത്. കാവേരിയുടെ ആരംഭം ഇവിടെ നിന്നാണ്. ഈ കുളത്തിൽ ഈ കുളം കണ്ടല്ലേ, ഇവിടേക്കാണ് ഈ മലമുകളിൽ നിന്ന് കാവേരിയുടെ ജലം ഓരോ തുള്ളി തുള്ളിയായി വന്ന് നിറഞ്ഞ് അതിനുശേഷം ഇവിടെ നിന്നാണ് ഒഴുകാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ ഒരു ശിവലിംഗമുണ്ട്, അതിൽ തട്ടിയിട്ടാണ് പിന്നീട് അങ്ങോട്ട് ഒഴുകുന്നത്. തമിഴ്നാടിനും കർണാടകയ്ക്കൊക്കെ വെള്ളം നൽകുന്ന കാവേരിയുടെ ഉത്ഭവ സ്ഥാനത്താണ് നമ്മൾ പോകുന്നത്. ഇതാണ് ബ്രഹ്മഗിരി ഹിൽസാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. തലക്കാവേരിയുടെ ഏറ്റവും മുകളിലുള്ള ഹില്ലാണ് നമ്മളിപ്പോൾ കയറിയത്. ഇവിടെ നിന്നാണ് ഈ വരുന്ന ഉറവാണ് കാവേരി ജലമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ താഴെ കണ്ട ആ കുളത്തിലേക്ക് പോണ്ടിലേക്ക് ഈ വെള്ളം വന്നിട്ട് അവിടെ നിന്ന് ആണ് ഇറങ്ങി താഴെ കാവേരി നദിയായിട്ട് പരിണമിക്കുന്നത്. അപ്പോൾ ആ ഒരു ദൃശ്യമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ ഒരു കുന്നിന്ന് വരുന്ന ഉറവിൽ നമ്മളെ പ്രശസ്തമായ കാവേരി നദി ഉത്ഭവിക്കുന്നത്.
നമ്മളിപ്പോൾ തലക്കാവേരിയിലാണ് വന്നത്. തലക്കാവേരിയിൽ കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനത്ത് നിന്ന് വരുന്ന വെള്ളം പോണ്ടിൽ വന്നിട്ട് ഇവിടെ നിന്നാണ് താഴേക്ക് വരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ കാവേരി നദിയാണ് ഇവിടെ ഉത്ഭവിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മളിവിടുത്തെ കാഴ്ച നമ്മളിനി അവസാനിക്കുന്ന അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു സ്ഥലമായിട്ട് കാണാം.